ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഗൈസ്. അപ്പോൾ നമ്മളിത് പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പാർട്ട് 1 കാണാത്തൊരു നേരെ പോയിന്ന് പാർട്ട് 1 കണ്ടേക്കാൻ. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല സത്യം പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കുറേ പേര് പറഞ്ഞ് ബോറടിപ്പിക്കണമെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ. അങ്ങനെ ഇത്ര നാൾ വീഡിയോ ഇടാനത് കാരണമാണ് ഞാൻ അത്രയും പറഞ്ഞത്. പിന്നെ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുള്ളത് അവൻ വിളിച്ചിട്ടുണ്ടായി. പക്ഷേ ഇന്നലെ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്ന് ഉച്ചക്കാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ സമയം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഉച്ചക്ക് ഷൂട്ട് ചെയ്യണതാണ് ഈ വീഡിയോ. അപ്പോൾ അവരെന്നെ വിളിച്ച് വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിലെത്തിയേക്കണാണ്. ഈ വഴിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ എടുത്തിട്ടായിരുന്നു എൻ്റെ വീഡിയോ പാർട്ട് 1 കണ്ടവർക്ക്. ഇവൻ്റെ വീട്ടിലോട്ട് പോണ വഴി നമ്മൾ അവൻ്റെ വീടിൻ്റെ അങ്ങാടി കയറിക്കൊണ്ടിരിക്കണതാണ്. അവന്മാർ അതേ അവന്മാരതേ കറക്റ്റായിട്ട് വീഡിയോ എടുക്കലും വരലും ഒപ്പം വരുന്ന അവന്മാരെല്ലാവരും. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരാൾ കൂടുതലുണ്ട് കേട്ടോ, അനുരാഗ് ഇത്രയും ദിവസം കൂടി ഉണ്ടായില്ല സ്ഥലത്ത്. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു ഹെൽപ്പറും കൂടി കൂടുതൽ കിട്ടിയാൽ നോക്ക്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വേണ്ടി അവൻ ചെയ്യും അല്ലേടാ അനുരാഗ് ഗൈസ്. അപ്പോൾ ഇവന്മാരെല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ വണ്ടി നമ്മളെ മഴ നനയാതിരിക്കാനേ വേറെ സ്ഥലമില്ലാത്ത കാരണം ജസ്റ്റ് ഒന്ന് ഇവിടെ കയറ്റി വെക്കും. അപ്പോൾ വണ്ടി ഇവിടെ നമ്മൾ അന്ന് വീഡിയോ കണ്ടപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടുണ്ടായില്ല. വണ്ടി ഫുള്ള് ബ്ലാക്ക് കണ്ടീഷനായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് പ്രൈമർ അടിച്ച് അവിടെ മറ്റേ ശോകം പിടിച്ചേ. അപ്പോൾ നമ്മളവിടെ പ്രൈമറൊക്കെ അടിച്ച് റെഡി ആക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ പേര് പറഞ്ഞ് വെയിറ്റിംഗ് പാർട്ട് 2 വീഡിയോ എന്നും പറഞ്ഞ്. അത് കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇന്ന് ഞാൻ വീഡിയോ ഇടണേണ്. അപ്പോൾ ഇത് കണ്ട നല്ല ഫിനിഷിങ്ങിൽ തന്നെ അവന്മാരുടെ വൈറ്റ് പ്രൈമറും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചെളിയായിട്ടുണ്ട്, കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമ്മളെ പെയിൻറ്റിങ് വരുമ്പോൾ അടിപൊളിയാവും. പിന്നെ അതേ നമ്മളിവിടെ ഇന്നലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത്ര ഒരു പീസ്. അപ്പോൾ ഒരു അടിപൊളി ഭംഗി കിട്ടും. ഇപ്പോൾ ഒരു ഓഫ് റോഡ് ലുക്ക് കിട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ ടാങ്കും കാര്യങ്ങളൊന്നും പെയിൻ്റ് അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അന്ന് പറഞ്ഞാൽ കണക്ഷൻ പിടിപ്പിച്ചിട്ടേക്കണേണ് ഇന്നും. അപ്പോൾ എൻജിൻ കയറണ വീഡിയോ വരുന്നതാണ് എന്തായാലും. വയസ്സ് അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ബോഡി കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരച്ചും കളഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു ലുക്കാക്കി എടുക്കണം. അപ്പോൾ ഈ വയറിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ കണക്ഷനാണ് ഈ കിടക്കണത്. പിന്നെ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെക്സിനടിച്ച് അടിപൊളിയാക്കി എടുത്താൽ സംഭവം ലുക്കാവും. അപ്പോൾ ഇവന്മാർ രണ്ടുപേരെയും കൊണ്ട് ഇത് ഉറപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. അപ്പോൾ നമ്മുടെ ആ വണ്ടിയുടെ ഓണർ ഇതേ നിൽക്കണം. അവൻ ഈ വണ്ടി പെയിൻറ്റ് ഓടിക്കണതാണ്, നമ്മൾ വീഡിയോ എടുക്കും. അപ്പോൾ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഇത് ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തിട്ട് ആക്റ്റീവ എന്നുള്ളത് കളഞ്ഞിട്ട് നമുക്കിവിടെ ഒരു മറ്റേ പ്രൈമർ അടിച്ച് ഒന്ന് അടിപൊളിയാക്കി എടുക്കണം. പിന്നെ ഇവിടെ കണ്ട് ഇന്നലെ കട്ട് ചെയ്തിട്ട് ആ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവന്മാർ വൈകുന്നേരം കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ നല്ല രീതിയിൽ കൈ മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം കുറച്ച് കാര്യങ്ങളിലൊക്കെ ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കാം. പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ ആ കാണുന്നില്ലേ അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ കൈമൊക്കെ കൊള്ളാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തൊക്കെ മറ്റേ നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ട് സ്ഥലത്ത് നിന്ന്. അപ്പോൾ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞേക്കാം. ആരെങ്കിലും ഗ്രൈൻഡ് ചെയ്യും, ചിലപ്പോൾ ഞാനായിരിക്കും അല്ലെങ്കിൽ ഉമ്മാരായിരിക്കും. ആരെങ്കിലും ഗ്രൈൻഡ് ചെയ്യും, നമ്മൾ ആരെങ്കിലും കൊണ്ട് ഗ്രൈൻഡ് ചെയ്യിക്കണം ഗൈസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് കട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ ഞാൻ തന്നെ അവിടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉമ്മാരെങ്കിലും അവർ പെയിൻറ്റ് കളക്കണം, പിന്നെ അവന്മാരത് ഉറച്ച് കളയാൻ പോണേ. അപ്പോൾ ഞാൻ തന്നെ അവിടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഗൈസ്. അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കട്ടറൊക്കെ എടുത്തിട്ടുണ്ട്. അവനെ ഫോൺ ചെയ്ത് നല്ല പവറാണ്, ഒന്നും പറയാമല്ലോ, നല്ല പവറാണ്. ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും പീസ് ഇന്നലെ കാണിച്ചപ്പോൾ ഇവിടെ പൊങ്ങിയിരിക്കണമായിരുന്നു നല്ല രീതിയിൽ. ഇവിടെ മറ്റേ ഇത് വന്നായിരുന്നല്ല, ഒരു കവർ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വെൽഡിങ് ഉണ്ടായി. അപ്പോൾ അത്രയും ഭാഗം പൊങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് ചെയ്തെടുത്ത്. ഇനി അയാളുടെ കാല് ഇതുമ്മ കൊണ്ടാലും മുറിയേ ഇല്ല, ഷേപ്പും ആയിരിക്കും. പിന്നെ ഇത് വേണ്ട
ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കണ്ട കറക്റ്റ് ഷേപ്പ് ചെയ്തെടുത്ത് ഇനി വണ്ടി കഴുകുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അവിടെ ചെയ്ത പോലെ തന്നെ അതെ ഇത് കണ്ട ഈ ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് വെച്ച് ഇങ്ങനെ പൊങ്ങി ഇരുന്ന് വെച്ച് അതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് കളയും അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കളയാൻ പോണെയാണ് ഗൈസ്. നമ്മൾ ഗ്രൈൻഡിങ്ങിൽ ഇട്ട് ഷേപ്പ് ചെയ്യാൻ പോണെയാണ്. ഗൈസ് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ഇവിടെയൊക്കെ നല്ല കറക്റ്റ് ഷേപ്പായിട്ടുണ്ട്. നല്ല ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഉഗ്രം ഷേപ്പ് കിട്ടുന്നുണ്ട്. കമ്പനി കണ്ടീഷണർ ഷേപ്പ് അത്രയും ഷേപ്പ് കിട്ടുക എന്നുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റുമോ അത്? ഇത് കണ്ട ഗൈസ്, ഇത് കണ്ട കറക്റ്റ് ഷേപ്പിൽ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ കറക്റ്റ് ഷേപ്പ് വേണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇനിത് ഇവിടെയും അതുപോലെ തന്നെ ചെയ്താൽ ഷോക്ക് അബ്സർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പെയിൻ്റ് അടിച്ച് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കളഞ്ഞേക്കാം. ഞാൻ അത് ആ വീഡിയോ ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും ഇത് തന്നെ കാണിച്ചിട്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കാട്ടാം ഗൈസ്. അപ്പോൾ നമ്മൾ മെഷീൻ ഇത്തിരി റെസ്റ്റ് കൊടുത്തേക്കാണ്. അപ്പോൾ ഇത് കണ്ട നല്ല അടിപൊളി ഷേപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഷേപ്പായിട്ടുണ്ട്. ഇപ്പം നേരത്തെ കണ്ടല്ലോ വീർത്ത് എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഇത് കണ്ട ഇങ്ങനെ കാണിച്ചാൽ പോലും കൈ മുറിയൂല. ഇത് കണ്ട കൈ മുറിയൂല, അത്രയൊക്കെ നല്ല അടിപൊളി ഷേപ്പ് ചെയ്ത് വിടേക്കാം. പെയിൻ്റൊക്കെ വരുമ്പോൾ വണ്ടി വേറെ ലെവലാവും എന്ന് പറഞ്ഞാൽ വണ്ടി വേറെ ലെവലാവും ഗൈസ്. ഇത് കണ്ട നമ്മൾ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്ത് കളഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ. ഇവിടെയൊക്കെ പിന്നെ നമുക്ക് അടിപൊളി ഒരു സൈസ് പെയിൻറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടി വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഷോക്ക് അബ്സറൊക്കെ നമ്മൾ ചിലപ്പോൾ എടുത്ത് മാറ്റി നമ്മൾ മറ്റേ പുതിയ മോഡൽ വണ്ടികളുടെ ഷോക്ക് അബ്സർ ആക്കുന്നതായിരിക്കും നമ്മൾ ചിലപ്പോൾ ഗൈസ്. അപ്പോൾ വണ്ടി ഓൾറെഡി സെറ്റ് ആയിക്കണേ. നാളെ തന്നെ വണ്ടിയുടെ പെയിൻറ്റിങ് തുടങ്ങുന്നതായിരിക്കും മിക്കവാറും നല്ല തുടങ്ങും ഗൈസ്. പിന്നെ ഇത് വേണ്ട ഇതൊക്കെ നമ്മൾ കട്ട് കളഞ്ഞ് അല്ലെങ്കിൽ കട്ട് ചെയ്യൂല, ഇതങ്ങോട്ട് എടുത്ത് കളഞ്ഞ് പുതിയൊരു ഇത് ഫിറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ് ഞങ്ങൾ. ഇതോടെ പുതിയതേ ഇത് പറഞ്ഞാൽ വാങ്ങിച്ചങ്ങാട് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടി. പിന്നെ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഫോണൊക്കെ എടുത്ത് മാറ്റി അടിപൊളിയാക്കും നമ്മൾ. പിന്നെ ഇത് കണ്ട ഗൈസ് അവന്മാർ അതിൻ്റെ ബോഡി ഉരച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ. സാൻഡ് പേപ്പർ ഇട്ട് കൊടുക്കുന്ന പാവം പിള്ളേരാട്ടോ, നല്ലോണം ഉരക്കുണ്ട് അവന്മാരെന്തായാലും. നല്ല രീതിയിൽ തന്നെ അവന്മാർ ഉരക്കുണ്ട് ഗൈസ്. അപ്പോൾ കണ്ട ഇതൊക്കെ ഇവിടെ നിന്നൊന്ന് ഷേപ്പ് ചെയ്യണം. ഇവിടെ പാച്ച് ഒന്നല്ലെങ്കിൽ ഇതേ കണ്ട ഗൈസ്, ഇത് കണ്ട ഇവിടെ കണ്ട തുരുമ്പ് പിടിച്ചേക്കണത് അതൊന്നല്ലെങ്കിൽ പാച്ച് വർക്ക് ചെയ്യും നമ്മൾ, അല്ലെങ്കിൽ അത്രയും കട്ട് ചെയ്ത് വേറൊരു ഡിസൈനായിട്ട് നമ്മൾ പുതിയൊരു ഡിസൈനായിട്ട് ഇറക്കും ഗൈസ്. ഇത് നോക്കിയാൽ ഗൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവന്മാർ ഉരച്ച് കളയണ്ടിട്ട് നല്ല രീതിയിൽ ഇവന്മാർ കുറേ നേരം നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ മുമ്പ് തന്നെ ഇവന്മാർ ഉരച്ചുകൊണ്ടിരിക്കണേന്ന് പാവം. എടാ ഒന്ന് കാണിച്ച് സാൻഡ് പേപ്പർ കാണിച്ച് ഗൈസ്. ഇത് നോക്കിയേ സാൻഡ് പേപ്പർ അല്ലേ ലെവല്. OMG എൻ്റെ പൊന്നെ എന്താണ് ഈ കാണുന്ന ഉരച്ചവന്മാർ നല്ലോണം രീതിയിൽ തന്നെ അവന്മാർ പണിയെടുത്തതേ ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ അവന്മാർ പഴയ പെയിൻ്റൊക്കെ ഉരച്ച് കളഞ്ഞിട്ടുണ്ട് ഏതായാലും ഗൈസ്. ഇത് നമ്മളെ പിള്ളേർക്ക് ചെറിയ റെസ്റ്റ് കൊടുത്തതിന് ടീ ടൈം പിള്ളേർക്കൊക്കെ നമ്മളാ. അപ്പോൾ ഗൈസ് ഞാൻ ചെറിയ കാര്യം എന്ന് വെച്ചാൽ ഇത് മിക്കവരും ചോദിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇത് ഒടിഞ്ഞേക്കനാണെന്ന് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു വാട്സപ്പിൽ. ഇത് ഒടിഞ്ഞേക്കനല്ല, ഇത് നമ്മൾ വിടിയിപ്പിച്ചിട്ടേക്കനാണ്. മിക്കവാറും ഇത് മാറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളൊരു മോഡിഫിക്കേഷന് വെയിറ്റേക്കണ വണ്ടിയാണുള്ളത് അത് കാരണം. പിന്നെ നമ്മൾ ഈ കാരിയർ ഇല്ലേ ഗൈസ് ഇത് അപ്പോൾ നമ്മൾ ഇത് അങ്ങോട്ട് ഊരിക്കളഞ്ഞ് ഇവിടെ ഒരു അടിപൊളി കാരിയർ കയറ്റണമായിരിക്കും നമ്മൾ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ ഒരു ഈ പാട്ട് നമ്മൾ മാറ്റി പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഈ പാട്ട് മാത്രം. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതൊരു അടിപൊളി തന്നെയാണ് സത്യം പറഞ്ഞാൽ പെയിൻ്റ് അടിച്ചിട്ട്. അപ്പോൾ നാളെ നമുക്ക് ഫുള്ള് പെയിൻറ്റിങ് മിക്കവാറും നാളെ ഉണ്ടാവും. നമ്മൾ പരമാവധി നാളെ പെയിൻറ്റിങ് തന്നെ ചെയ്യാൻ നോക്കാം. പിന്നെ ഇപ്പം ഇന്നത്തെ പരിപാടി ഓൾറെഡി ഈ വണ്ടിയുടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാർട്ട് 3 ആയിരിക്കും ഇറങ്ങണത്. അന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വണ്ടി പണിയാണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പിള്ളേരെല്ലാം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ വണ്ടി അത്രയായിട്ട് അങ്ങനെ ഇരിക്കണം. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല വണ്ടി കഴുകണമെന്നും. ഭയങ്കര ചെളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയും പാച്ച് വർക്കായിട്ട് ഇരിക്കണേ. നമ്മളപ്പോൾ കുറച്ചൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് ഇന്നലെ ആ ഈ വണ്ടിയുടെ മഡ്ഗാർഡ് കട്ട് ചെയ്തിട്ടുണ്ടായില്ല നമ്മൾ. അല്ല കട്ട് ചെയ്തിട്ട് ഇവന്മാർ കട്ട് ചെയ്ത് വെച്ചായിരുന്നു.
അപ്പോൾ നമ്മൾ വൈകുന്നേരം ഉണ്ടായില്ല, നമുക്ക് കുറച്ച് പരിപാടിയിലായി പോയി. അപ്പോൾ ഇന്നവൻ വിളിച്ചിട്ട് ഇവിടെ പാർട്ട് 2 വീഡിയോ എടുക്കും, വേഗം വാടാന്ന് പറഞ്ഞത് കാരണം ഞാൻ ഇന്ന് വന്നത്. സത്യം പറഞ്ഞാൽ നാളെ നമ്മുടെ പാർട്ട് 3 വീഡിയോ ഉണ്ടായിരിക്കണതാണ്. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ഓണറിനെ പറഞ്ഞ് ലാസ്റ്റ് കാണിച്ചാൽ ഇനിയിപ്പോൾ കാട്ടണ്ട, പിള്ളേരും പറഞ്ഞാൽ മുഖം അധികം കാട്ടണ്ടാന്ന് പറഞ്ഞു. ലാസ്റ്റ് വീഡിയോയിൽ കാട്ടാന്ന് വിചാരിച്ചായിരുന്നു. നമ്മുടെ വണ്ടിയുടെ ഓണറിൻ്റെ എൻ്റെ കൂട്ടുകാരനും വണ്ടിയുടെ ഓണറുമായ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടിയുള്ള ഓൾ ബട്ടൺ ഒന്ന് ഞെക്കിയേക്കാം, പിന്നെ ബെല്ലൈക്കൻ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കാം.